ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ ഇതൊരു ട്രാവൽ വ്ളോഗാണ്. എങ്ങോട്ടാണ് യാത്ര എന്ന് പോലും അറിഞ്ഞിടാതെ തിരിച്ചൊരു യാത്രയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും. അപ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ, അങ്ങനെ ക്ലൈമറ്റ് ഇതൊക്കെ കാരണം പോണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്, എന്നിട്ടും നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഹരിദ്വാറും ഋഷികേശും ഒക്കെ. അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ചൊരു യാത്രയാണ്. അങ്ങനെ ഇത് ഹരിദ്വാറാണ് കേട്ടോ. അങ്ങനെ ഹരിദ്വാർ അത്യാവശ്യം നല്ല റഷായിരുന്നു. ഇവിടെ കാവട് നടക്കുവാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റഷും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി യാത്രയെന്ന് കരുതി അങ്ങനെ ഫുഡ് ഓർഡറൊക്കെ ചെയ്തിരുന്നു. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നല്ല കത്തി റേറ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്ന് പോയപ്പോഴത്തേക്കും ഋഷികേശ് എത്താൻ ഇനി 17 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ചുമ്മാ എന്തൊക്കെയോ ക്ലിപ്സൊക്കെ എടുത്തു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തി. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ആക്ച്വലി നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഋഷികേശ് സ്ഥലം വിസിറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് റിവർ റാഫ്റ്റിംഗ് ചെയ്യാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് വിട്ടത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും, പിന്നെ ബങ്കി ജസ്റ്റ് നോക്കാം എന്ന രീതിയിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റിവർ റാഫ്റ്റിംഗ് മുഖ്യം ബീലിംഗാണ്. ബിറ്റ്വീൻ ഇതാണ് ലക്ഷ്മൺ ജോലഘട്ട് കേട്ടോ. ഗംഗയിൽ ഇങ്ങനെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കൂടെ കണ്ട് നല്ല രസമായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം കാറ്റിൽ പറന്നുപോയി ഗായ്സ്, കാറ്റിൽ പറന്നുപോയി. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. റിവർ റാഫ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അൺഫോർച്യുനേറ്റ്ലി നമ്മൾ പോയത് ഓഫ് സീസണിലായിരുന്നു. അവിടെ ജൂലൈ ടു സെപ്റ്റംബർ ഇത് പോസ് ചെയ്യും. ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസും അവിടെ ചെയ്യത്തില്ല. അങ്ങനെ ആ വിഷമത്തിൽ അങ്ങനെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ത്രയംബകേശ്വര ടെമ്പിളിൽ പോയി. ഇതൊരു 13 നിലയിലായിട്ടാണ് ഈ അമ്പലം. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് ഏറ്റവും ടോപ്പിൽ പോകുമ്പോഴത്തേക്കും ഗംഗ ഒഴുകുന്ന കാണാം, ചുറ്റും മൗണ്ടൻസ് കാണാം. വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ഇത് ലക്ഷ്മൺ ജോല ഘട്ടിലൂടെയാണ് നമുക്ക് ഈ അമ്പലത്തിലോട്ട് വരേണ്ടത്. 13 നിലയിലും പല രൂപത്തിലുള്ള ദൈവങ്ങളുണ്ട്. ആൻഡ് നമ്മൾ പോയ സമയം ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടും ക്രൗഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല പീസ്ഫുള്ളി അവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. നന്നായിട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ട് നമ്മൾ നേരെ താഴെ ഇറങ്ങി. ആൻഡ് എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഈ ഗംഗ ഇങ്ങനെ ഇറങ്ങാൻ പറ്റി എന്നൊക്കെ ഉള്ളത്. കാരണം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ ഗംഗ, യമുന നദീനെയൊക്കെ കുറിച്ച്. അപ്പോൾ അത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയത് ഞാൻ ഒരുപാട് ലക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് നേരെ ഞങ്ങൾ പോയത് ത്രിവേണി ഘട്ടിലോട്ടാണ് കേട്ടോ, ഗംഗ ആരതി കാണാൻ വേണ്ടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഗംഗ ആരതി. സോ അപ്പോൾ അത് കാണാനാണ് ത്രിവേണി ഘട്ടിലോട്ടാണ് പോയത്. എനിക്കൊന്ന് 3 ഘട്ടിൽ ഈ ഗംഗാരതി നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയത് ത്രിവേണി ഘട്ടിലായിരുന്നു. അതും എനിക്ക് ഫസ്റ്റ് ടൈം ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു ഫീൽ ഗുഡ് മൊമെൻറ്റ്സ് ആണ് ഇതെല്ലാം. അങ്ങനെ ഫസ്റ്റ് ടൈം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലും ഞാനിതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തൊക്കെ നിന്ന് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഗംഗാരതിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ത്രിവേണി ഘട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയി കോഫിയൊക്കെ ഒന്ന് കുടിച്ചു, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി. ആകെ ടയേർഡായിരിക്കുന്നു, രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ ഫുള്ളി നമ്മളങ്ങ് ടയേർഡായിപ്പോയി. അങ്ങനെ പിന്നെ കുറച്ച് ഞാനൊന്ന് മോൾഡാക്കി എടുക്കാൻ വേണ്ടി, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷോപ്പിങ്ങിനായിട്ട് പോയി കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചുമ്മയാണെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഋഷികേശിലെ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മാർക്കറ്റ് പ്ലേസൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി വിലയൊക്കെ ചോദിച്ച്. ഒന്നും വാങ്ങിക്കാനല്ല, കമ്മലൊന്നും ഞാനിങ്ങനെ വാങ്ങിക്കത്തില്ല, ജസ്റ്റ് ഇതിനെയൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഇങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് ഉടക്കി ചിലതിലൊക്കെ. അങ്ങനെ ചെറിയ രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കേട്ടോ. പക്ഷേ എനിക്കൊരു നഷ്ടബോധം തോന്നിയതാണ്ട് ഈ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്നൊക്കെ ഞങ്ങൾ മാഗ്നറ്റ് വാങ്ങിച്ചു, പക്ഷേ ഋഷികേശിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഞാനിത് കയ്യിലെടുത്തായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ ഇത് വേണ്ട എന്ന രീതിയിൽ തിരിച്ചങ്ങ് വെച്ചു കേട്ടോ. അതൊരു നഷ്ടബോധമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. അങ്ങനെ ഋഷികേശ് കണ്ട് മടങ്ങാമെന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയി. അപ്പോൾ എങ്ങോട്ടാണെന്നൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.